CMRL ഇടപാടിൽ പോലീസ് കേസ് എടുക്കണമെന്ന് ED. FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന് കാണിച്ച് പോലീസ് മേധാവിക്ക് കത്ത് നൽകിയെന്നും ED വ്യക്തമാക്കുന്നു. എക്സാലോജിക് അടക്കം CMRLന്റെ സാമ്പത്തിക ഇടപാടുകളിലാണ് കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ വീണ്ടും സജീവമാവുകയാണ്. എന്തൊക്കെയാണ് EDയുടെ ആവശ്യം? അതിനോട് പോലീസ് വേഗത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? ദിവിഷ്, ഈ CMRL ഇടപാടിൽ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ED നടത്തിയിരിക്കുന്നത്. അവർ ഇതിൽ IPC ഒഫൻസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. PMLA സെക്ഷൻ 66(2) പ്രകാരമുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. EDയുടെ അന്വേഷണത്തിൽ ഗൂഢാലോചന, വഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ വെളിവായിട്ടുണ്ട് എന്നാണ് അവർ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വകുപ്പുകൾ പ്രകാരമുള്ള FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. എന്നാൽ അതിൽ നടപടിയുണ്ടായില്ല. ഈ മാസം 10-ാം തീയതി മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. അതായത് വീണ്ടും ഒരു കത്ത് കൂടി അയച്ചിട്ടുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. അതായത് EDയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വരിക എന്നത് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന ആവശ്യം തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ദിവിഷ് ചോദിച്ച ചോദ്യത്തിലുള്ള മറ്റൊരു ഉത്തരമെന്നത്, ഇതിൽ പോലീസ് കേസ് എടുത്താൽ അതിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളടക്കം ആരോപണ നിലയിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് വഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്താൽ അതിലെ തുടർ നടപടികൾ ED വേഗത്തിലാക്കുകയും ചെയ്യും.